എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കാം. അതിനായി ഇവിടെ 1/2 കിലോ കൊഞ്ചാണ് എടുത്തത്. അത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളതാണ് ഇത്രയും. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 2 ചുവന്നുള്ളിയും കൂടെ ചതച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വേണം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത്. നേരത്തെ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ 1/2 ടീസ്പൂൺ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തു. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. കുറച്ച് വെള്ളം ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ കുറച്ച് ഒന്ന് മാറ്റി വയ്ക്കാം. കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് കൊഞ്ച് ചേർക്കാം. നമ്മൾ കൊഞ്ച് വൃത്തിയാക്കുമ്പോൾ ഇതിൻ്റെ ഈ നടുക്ക് ഈ പുറത്ത് ഉള്ള ഒരു വര പോലെ കാണും. അപ്പം അത് നമ്മളൊന്ന് മുറിച്ചിട്ട് അതിനകത്തുള്ള ആ കറുത്ത ഭാഗം എല്ലാം നമ്മൾ ഇതിൽ നിന്ന് മാറ്റണം. ചിലപ്പോൾ ഇത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു കറുത്ത നിറം ഇങ്ങോട്ട് ചിലപ്പോൾ ഈ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ വ്യാപിച്ചിരിക്കും. അപ്പോൾ അവിടെയും ഒന്ന് നമ്മൾ ഇരുമ്പ് വെച്ചൊന്ന് മുറിച്ച് കൊടുത്തിട്ട് അതും എടുത്ത് കളയണം. പിന്നെ ചില കൊഞ്ചിൻ്റെ ഈ അടിഭാഗത്തും അതുപോലെ ഒരു കറുത്ത ഒരു ഞരമ്പ് പോലെ കാണും. അപ്പോൾ അതും നമ്മൾ എടുത്ത് കളയണം. അങ്ങനെ ഉണ്ടെങ്കിൽ ചില കൊഞ്ചിന് കാണത്തില്ല, ചിലതിന് അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതും എടുത്ത് കളയണം. അപ്പോൾ താഴ്ഭാഗത്തും ഈ വെണ്ടുണ്ട്, ഇവിടെയുണ്ട്, പുറവശത്തും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഈ കൊഞ്ച് ഉപയോഗിക്കാനും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതിനകത്ത് ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കാം. ഇനി ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാല എല്ലാം ഈ കൊഞ്ചിൽ നല്ല പോലെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 20 മിനിറ്റ് നേരം ഇതിങ്ങനെ തന്നെ വയ്ക്കാം. ചൂടായ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് നമുക്ക് ഈ കൊഞ്ച് ഇടാം. ബാക്കിയുള്ള കൊഞ്ചും കൂടി വെളിച്ചെണ്ണയിലിട്ടു. ഇനി ഇതൊരു വശം ഫ്രൈ ആകുമ്പോൾ നമുക്ക് തിരിച്ചിടാം. സ്റ്റൗ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടത്. അപ്പോൾ കണ്ടത് നല്ല പോലെ ഇത് തിളച്ച് വരുന്നുണ്ട്. നല്ലപോലെ തിളച്ചിട്ട് ആ കൊഞ്ചിലുള്ള വെള്ളമായത് ഈ വെള്ളമെല്ലാം നന്നായിട്ട് അങ്ങ് വറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൽ വെളിച്ചെണ്ണയുണ്ടല്ലോ. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ ഇത് നല്ലതായിട്ട് ഒരു വശം ഫ്രൈ ആകുമ്പോൾ നമുക്ക് തിരിച്ചിടാം. ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി. ഇനി ഇത് ഒരു വശം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം തിരിച്ചിടാം. ഒരു വശം ഫ്രൈ ആയപ്പോൾ നമ്മൾ എല്ലാം തിരിച്ചിട്ടു. ഈ വശം കൂടെ ഫ്രൈ ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അപ്പോൾ ഈ 2 സൈഡ് ഫ്രൈ ആയി. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. വേറൊരു പാൻ സ്റ്റൗവിൽ വെച്ചു. ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് മസാല മാറ്റി വെച്ചിരുന്നല്ലോ. അപ്പോൾ ആ മസാല ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. നമ്മൾ ആ മാറ്റി വയ്ക്കുമ്പോൾ മസാല കുറവാണെങ്കിൽ അതിൽ കുറച്ച് മുളക് പൊടിയും ആ പൊടികളൊക്കെ കൂടെ കുറച്ചും കൂടി ചേർത്താൽ മതി. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത് ഇതെല്ലാം കൂടി കുറച്ചും കൂടി ചേർക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ നമ്മൾ ഈ മാറ്റി വെച്ച മസാല ഇതിൽ ചേർത്തു. ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർക്കാം. ഇത് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. അങ്ങനെ രുചികരമായ ചെമ്മീൻ ഫ്രൈ തയ്യാറായി. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി.